ഇന്നത്തെ വീഡിയോ പൂർവ്വജന്മ കർമ്മശാപവും അതുപോലെ തന്നെ പൂർവ്വജന്മ കർമ്മലാഭവും പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റേതായ ദോഷഫലങ്ങളാൽ നമുക്കുണ്ടാകുന്ന കാര്യവും പൂർവ്വജന്മ കർമ്മത്തിൻ്റേതായ നല്ല ഫലങ്ങളാൽ നമുക്ക് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന നന്മകളും എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനെ മനസ്സിലാക്കുക. ത്രികോണ സ്ഥാനങ്ങൾ മൂലവും അതുപോലെ തന്നെ കേന്ദ്ര സ്ഥാനങ്ങൾ മൂലവുമാണ് ഇത് കണ്ടെത്തുക. സ്വന്തം ജാതകത്തിൽ നിങ്ങൾക്കിത് വ്യക്തമായി തന്നെ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ആദ്യം ത്രികോണ ഭാവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. ത്രികോണ ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ 1, 5, 9 എന്നീ ഭാവങ്ങളെയാണ്. അതായത് ലഗ്നം തുടങ്ങി എണ്ണി വരുമ്പോൾ 5-ാം ഭാവം 9-ാം ഭാവം എന്നിങ്ങനെ വരുന്നതാണ് 1, 5, 9 ഈ ത്രികോണ സ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുക. ഇപ്പോൾ മേടം ലഗ്നമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് 1-ാം ഭാവമായിട്ട് വരുന്നത് മേടവും 5-ാം ഭാവമായിട്ട് വരുന്നത് ചിങ്ങവും 9-ാം ഭാവമായിട്ട് വരുന്നത് ധനു രാശിയുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രാശികളിൽ സൂര്യൻ എന്ന ഒരു ഗ്രഹം നിലകൊള്ളുകയാണെങ്കിൽ നിങ്ങൾക്ക് സർക്കാർ സംബന്ധപ്പെട്ട ഉദ്യോഗമാണെങ്കിലും സ്വയം ചെയ്യുന്ന ഉദ്യോഗമാണെങ്കിലും ഒരിക്കലും തന്നെ ഒരു മുന്നേറ്റം ഉണ്ടാകില്ല. എത്രത്തോളം അധ്വാനം ചെയ്താലും നമുക്ക് അതിൻ്റേതായ യാതൊരുവിധ ഫലവും ലഭിക്കാത്ത ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഇവിടെ ഈശ്വരാനുഗ്രഹം ഒരല്പമെങ്കിലും കൂടുതൽ ഉള്ളവർക്ക് ഒരു നല്ല ഫലം ഒരല്പമെങ്കിലും ലഭിക്കുമെന്ന് മാത്രം. ഇത് പൂർവ്വജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റേതായ കണക്കിൻ പ്രകാരമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതേ സ്ഥാനങ്ങളിൽ ചന്ദ്രൻ നിലകൊള്ളുകയാണെങ്കിൽ ഒരിക്കലും തന്നെ മനസ്സുഖം ഉണ്ടാകുന്ന സാഹചര്യമില്ല. എപ്പോഴും എന്തെങ്കിലും വിധത്തിൽ ദുഃഖങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. ജന്മനാ തന്നെ ദുഃഖത്തിലായ വ്യക്തി മരണകാലം വരെയും ആ വ്യക്തിക്ക് ദുഃഖങ്ങൾ ഒഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഇവിടെ ആൺ പെൺ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ രോഗാവസ്ഥകളാൽ അലഞ്ഞു നടക്കേണ്ട സാഹചര്യം, ആശുപത്രിവാസങ്ങൾ, എന്തൊക്കെ ചെയ്താലും രോഗം മാറാത്ത സാഹചര്യവും ഈ സ്ഥാനങ്ങളിൽ ചന്ദ്രൻ നിലകൊണ്ടാലുണ്ടാവും. അതുപോലെ ഇതേ സ്ഥാനങ്ങളിൽ ചൊവ്വ നിലകൊള്ളുകയാണെങ്കിൽ ഭൂമി സംബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, വീട് സംബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പൂർവികമായ സ്വത്തുക്കളൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുവാനുണ്ടെങ്കിൽ അതൊന്നും തന്നെ എഴുതി കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. നിലം സംബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നമുക്ക് പണമൊക്കെ എന്തെങ്കിലും രീതിയിൽ മുടക്കിയാൽ അതൊന്നും തന്നെ ഒരിക്കലും നമുക്ക് തിരിച്ചു നേടാൻ കഴിയാത്ത സാഹചര്യം. ചില ഭൂമികൾ വിറ്റുപോകാത്ത സാഹചര്യം. ചില ഭൂമിയിൽ വീടിരുന്നാൽ ആ വീട്ടിനുള്ളിൽ താമസിക്കുന്നത് കൊണ്ട് സർവത്ര ദുരിതങ്ങളും വന്നു ചേരുന്ന സാഹചര്യം. ഇതൊക്കെ പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങൾക്കനുസൃതമായിട്ടുള്ള ഒരു ഫലമായിട്ടാണ്. ചൊവ്വ 1, 5, 9 എന്നീ ഭാവങ്ങളിൽ നിലകൊള്ളുമ്പോൾ കുടുംബപരമായ അന്തരീക്ഷത്തിൽ വീടുണ്ടെങ്കിലും നമുക്ക് വാസയോഗ്യമല്ലാതെ ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കും. ഇതേ സ്ഥാനങ്ങളിൽ ബുധൻ നിലകൊണ്ടു കഴിഞ്ഞാൽ ചിലർക്ക് ബുദ്ധിക്കൊക്കെ സ്ഥിരത ഇല്ലാത്ത, അതായത് ഒരു മാനസികമായ സംഘർഷങ്ങളിലൂടെ അലയേണ്ട ഒരു സാഹചര്യം. വിദ്യാഭ്യാസം വളരെയധികം നേടിയാൽ പോലും അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ലാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കും. അതായത് വിദ്യ കൊണ്ട് നമുക്ക് യാതൊരുവിധ ഗുണവുമില്ല. നല്ലതുപോലെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ ജോലിയില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഇങ്ങനെ ഒരു സ്ഥാനങ്ങളിൽ ബുധൻ നിലകൊണ്ടാൽ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പഠിച്ച പലരും തന്നെ ഭ്രാന്തായിട്ടൊക്കെ അലയുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ശരിയായ സമയങ്ങളിൽ നമ്മുടെ ബുദ്ധി ശരിയായിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത സാഹചര്യങ്ങൾ. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാത്തൊരു സാഹചര്യത്തെ 1, 5, 9 എന്നീ ഭാവങ്ങളിൽ ഈ ഗ്രഹങ്ങൾ നിലകൊണ്ടാൽ പൂർവ്വജന്മ പാപപ്രകാരം നമുക്ക് ഇങ്ങനെയുള്ള ഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇതേ സ്ഥാനത്ത് വ്യാഴം നിലകൊണ്ടാൽ 1, 5, 9 എന്നീ ഭാവങ്ങളിൽ വ്യാഴം നിലകൊള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമ്പത്തുപരമായ രീതിയിൽ വളരെ അധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതായത് സമ്പത്തുപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉള്ളത് ആർക്കെങ്കിലും സഹായകരമായിട്ടോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും അത് തിരിച്ചു കിട്ടാത്ത സാഹചര്യങ്ങളും കോടതി കേസ് വഴക്കുകളിലൊക്കെ ചെന്നെത്തുന്ന സാഹചര്യങ്ങളും പിണക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെയും വരും. പണം ഒരിക്കലും തന്നെ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത കടബാധ്യതകളിലൊക്കെ കൊണ്ടു ചെന്നെത്തിക്കുന്ന സാഹചര്യങ്ങളൊക്കെയും ഇവിടെ വരും. അതായത് നമ്മളിൽ നിന്നും പണം മറ്റൊരാൾ വാങ്ങി തിരികെ തരുന്നില്ല എങ്കിൽ പൂർവ്വജന്മത്തിൽ നമ്മൾ അവർക്ക് കൊടുക്കാനുള്ളത് അവർ വാങ്ങിക്കൊണ്ട് പോയി. അപ്പോൾ ഈശ്വരൻ അവിടെ ആ കണക്കങ്ങ് തീർക്കുകയാണ് ചെയ്യുക. നമുക്ക് ഉപകാരമില്ലാത്ത രീതിയിൽ അത് തീർക്കും. അപ്പോൾ പൂർവികമായ കണക്ക് അവിടെ ഈശ്വരനെ തീർത്ത് വിടുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ പണം കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം, അത്യാവശ്യത്തിനുള്ള പണം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും. അത്
പൂർവ്വജന്മത്തിൽ നമ്മൾക്ക് മറ്റെവിടെ നിന്നോ ലഭിച്ച പണത്തെ അത് ഒരുപാട് സങ്കടപ്പെട്ട വ്യക്തികളിൽ നിന്നും പോയ ഒരു പണമായിരിക്കും നമ്മളിൽ നിന്നും നഷ്ടപ്പെടുക. അത് അതേ വ്യക്തികളുടെ കൈകളിലായിരിക്കും ചെന്നെത്തുകയും ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യാഴം 1, 5, 9 എന്നീ ഭാവങ്ങളിൽ നിലകൊണ്ടാൽ ഈ ഒരു കണക്കിൽ പൂർവ്വജന്മ കണക്കിൽ പെടും. ഇതേ സ്ഥാനങ്ങളിൽ അതായത് 1, 5, 9 എന്നീ ഭാവങ്ങളിൽ ശുക്രൻ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ കുടുംബപരമായ അന്തരീക്ഷം വളരെയേറെ കലുഷിതമായി മാറും. അതായത് കുടുംബ ബന്ധങ്ങളിൽ ഒരിക്കലും തന്നെ സ്ഥായിയായി മുന്നിലേക്ക് പോകുവാൻ സമ്മതിക്കില്ല. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളൊക്കെ കലഹപൂരിതമായിരിക്കും. തർക്കങ്ങൾ, വഴക്കുകൾ, സന്തോഷമില്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കും. സുഹൃത്തുക്കളാൽ കുടുംബത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വയ്ക്കുന്ന സാഹചര്യങ്ങളുണ്ടാക്കും. വലിയ തോതിലുള്ള പ്രശ്നങ്ങളിൽ കൊണ്ട് ചാടിച്ച് മാനസികമായ ടോർച്ചറിങ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സുഹൃത്തുക്കൾ തമ്മിൽ വഴക്ക് കൂടി പിണങ്ങുക, കലഹിക്കുക, അപകടങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഗ്രഹം അതായത് ശുക്രൻ എന്ന ഗ്രഹം ഈ ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. കുടുംബ അന്തരീക്ഷം, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളൊക്കെയും ആകെ തകരാറിലാക്കി മാറ്റും. അത് പൂർവ്വജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ കണക്കുകൾ ഈ ജന്മത്തിൽ നമുക്ക് അതാത് വ്യക്തികളിലൂടെ തീർക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. ഇതേ സ്ഥാനങ്ങളിൽ ശനീശ്വരൻ നില ചെയ്യുകയാണ്. 1, 5, 9 എന്നീ ഭാവങ്ങളിൽ ശനി നിലകൊള്ളുകയാണെങ്കിൽ പൂർവ്വജന്മ കണക്ക് പ്രകാരം ഒരു തൊഴിലും സ്ഥിരമായി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. എന്തു തൊഴിൽ ചെയ്താലും നഷ്ടങ്ങൾക്ക് മേലെ നഷ്ടങ്ങൾ തന്നെയായിരിക്കും നമുക്കുണ്ടാവുക. കാരണം ഒരു വസ്ത്ര വ്യാപാരം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കുറച്ച് ദിവസം ഒരു നന്മ നൽകും, അത് വലിയ കടബാധ്യതകൾ കൊണ്ടെത്തിക്കും, അത് പൂട്ടിക്കെട്ടി പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. ഒരു മത്സ്യ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ശരി, അദ്ദേഹം എടുക്കുന്ന ആ ഒരു മത്സ്യമൊക്കെ വിറ്റു പോകാത്ത സാഹചര്യം. ഇത് ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് തൊഴിൽപരമായ രീതിയിൽ ഒന്നും നമുക്ക് സ്ഥിരമായി ചെയ്യുവാനായിട്ട് അനുവദിക്കില്ല. കിട്ടുന്ന പണം ഒന്നിനും തന്നെ തികയാത്ത സാഹചര്യത്തെ ഉണ്ടാക്കും. കാരണം തൊഴിൽ സ്ഥായിയായി ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് എന്തെങ്കിലും നേടുവാൻ കഴിയുള്ളൂ. ഈ ഭാവങ്ങളിൽ ശനി നിലകൊള്ളുകയാണെങ്കിൽ പൂർവ്വജന്മ കണക്ക് പ്രകാരം സ്ഥിരമായ ഒരു തൊഴിൽ ഒരു വ്യക്തിക്കും ഉണ്ടാവുകയില്ല. ഇതേ സ്ഥാനങ്ങളിൽ രാഹു നിലകൊള്ളുകയാണെങ്കിൽ രാഹു വലിയതായ ആഡംബരത്തിൻ്റെ ഒക്കെ നൽകുന്ന ഗ്രഹമാണ്. അപ്പോൾ രാഹു ഇവിടെ 1, 5, 9 എന്നീ ഭാവങ്ങളിൽ നിലകൊള്ളുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും തന്നെ സുഖമുണ്ടാകുന്ന ഒരു സാഹചര്യമില്ല. ഇപ്പോൾ ഇന്ന് ഒരു നല്ലൊരു രീതിയിൽ ഒരു സൗകര്യമായ ഒരു അന്തരീക്ഷം നമുക്കുണ്ടെങ്കിൽ പിന്നീടുള്ള കാലത്ത് ആ ഒരു സുഖം നമുക്ക് വളരെ അധികം ദുഃഖം നൽകുന്ന സാഹചര്യത്തെ ഉണ്ടാക്കും. കുടുംബപരമായ അന്തരീക്ഷത്തിൽ നമുക്ക് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലൊക്കെയും ഒരു സന്തോഷത്തെ ആദ്യം നൽകിയാലും പിന്നീട് കലഹങ്ങളിലൂടെ അത് മുഴുവൻ നശിപ്പിച്ച് മാനസിക സംഘർഷങ്ങൾക്കിടയാക്കി കുടുംബ ബന്ധങ്ങളിൽ വല്ലാത്ത ഒരു ഇടപെടൽ രാഹു നൽകുന്നതാണ്. ഇതേ സ്ഥാനം അതായത് 1, 5, 9 എന്നീ ഭാവങ്ങളിൽ കേതു നിലകൊള്ളുകയാണെങ്കിൽ തൊഴിൽ എടുത്ത് ലഭിക്കുന്ന പണം എത്ര തന്നെ ആണെങ്കിലും ശരി, വന്ന വഴി മാത്രമേ നമുക്കറിയൂ, പോകുന്ന വഴി അറിയില്ല. 1000 രൂപ ഇന്ന് പണിയെടുത്ത് പോക്കറ്റിൽ വയ്ക്കുന്ന ഒരു വ്യക്തിക്ക് 10,000 രൂപ കടമുണ്ടാക്കി വയ്ക്കുന്ന സാഹചര്യം. ആ കടത്തിനെ തീർക്കുവാനായിട്ട് ഒരുപാട് അവസ്ഥപ്പെടേണ്ട സാഹചര്യവും അത് തീർക്കാൻ കഴിയാത്ത സാഹചര്യം, പണം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം, ഇതുമൂലം സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ അങ്ങനെ തുടങ്ങി പല ഇടങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തെ ഉണ്ടാക്കാം. അതായത് അനാവശ്യമായ ചിലവുകൾ. പെട്ടെന്ന് ഒരു കാര്യം വന്നു, നമ്മളൊരു നല്ല കാര്യത്തിന് പണം വച്ചിരിക്കുന്നു, പെട്ടെന്നൊരു ആശുപത്രി ചിലവ് വന്നു, അനാവശ്യമായി പണം ചിലവാക്കി കളയുന്ന സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടാക്കി നമുക്ക് ഉപകാരമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും. ഇത് പൂർവ്വജന്മ കണക്ക് പ്രകാരം ഈ 1, 5, 9 എന്നീ ഭാവങ്ങളിൽ കേതു നിലകൊള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അപ്പോൾ ഇത് ത്രികോണ സ്ഥാനങ്ങളിൽ ഗ്രഹങ്ങൾ നിന്നാൽ പൂർവ്വജന്മ പാപകർമ്മങ്ങൾ എത്രയാണോ അതിൻ്റേതായ കണക്കുകൾ പോയിട്ട് ബാക്കിയുള്ളത് മാത്രമേ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഇപ്പോൾ 10 ലക്ഷത്തിൻ്റെ ഒരു വീട് വയ്ക്കുവാനായിട്ട് ഒരു വ്യക്തി ആഗ്രഹിച്ച് ഒരു കാര്യം ചെയ്ത് ബാങ്ക് വഴിയൊക്കെ ലോണൊക്കെ എടുത്ത് വീടൊക്കെ വയ്ക്കുന്നു. ആ വ്യക്തിക്ക് ആ വീട്ടിനുള്ളിൽ കയറി കിടക്കുവാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി അത് വലിയ ബാധ്യതകളിലേക്ക് നമ്മളെ മരണത്തിലേക്കും കൊണ്ടുചെന്ന് തള്ളിക്കും. ഇങ്ങനെയുള്ള ഗ്രഹത്തിൻ്റേതായ സ്ഥിതി കണക്കുകൾ. അപ്പോൾ ഈ ഒരു അവസ്ഥകളിൽ നിങ്ങളുടെ ജാതകങ്ങളിൽ
ഗ്രഹങ്ങൾ നിലകൊള്ളുകയാണെങ്കിൽ ഇനി ഉള്ളവരെങ്കിലും ചിന്തയോടുകൂടി സൂക്ഷിച്ച് പ്രവർത്തിച്ചാൽ നല്ല ഫലം ഉണ്ടാക്കാൻ കഴിയും. അടുത്ത വീഡിയോ കേന്ദ്ര സ്ഥാനങ്ങളിൽ ഈ ഗ്രഹങ്ങൾ നിലകൊണ്ടാൽ എന്തു ഫലം, അതായത് അസുലഭ യോഗകരമായ നല്ല ഫലം നൽകുന്ന രാശികൾ ഏതാണ്, അതിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ള വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ കാണുക.